സൂപ്പർ. ചേട്ടാ ബസ് സ്റ്റാൻഡിൽ എന്താ ശരിയാട്ടോ. എനിക്കൊരു സീറ്റ് മതി. മോളോടെ ഇരുന്നാ കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ അപ്പുറം ഇരുന്നോളാം. വെറും 10 റുപ്യ ഉള്ളൂ. അതെ അതെ കടലേ. ആ കടല കടലേ കടല കടല കടലേ. നീ എന്താ അന്ന് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ കുളിക്കാൻ പോയിരുന്നു. എന്താ കുളിക്കുമ്പോൾ ഫോൺ എടുത്തൂടെ? പിന്നെ എല്ലാവരും കുളിക്കുമ്പോൾ ഫോണും കൊണ്ടല്ലേ കയറുന്നത്. എന്നാലേ ഇനി മുതൽ കുളിക്കാൻ പോകുമ്പോൾ ഫോൺ ഓടിക്കൊണ്ടു. കടല കടലേ. നിങ്ങളെങ്ങനെ സംസാരിച്ചെടുക്കുമ്പോൾ കടല എടുത്ത് വെറുതെ ഇങ്ങനെ വായിലിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ സംസാരം നടക്കും, കടല ഒരിക്കലും നടക്കും. എനിക്കതൊരു കച്ചവടമാക്കി. നിന്നോട് വേണ്ടെന്ന് പറഞ്ഞേ. വേണ്ട കടലേ കടല കടലേ കടലേ കൂടുതൽ കടലേ കടലേ കൂടുതൽ കടലേ കടലേ. ഓരോരുത്തന്മാരും വന്ന് കേറിക്കോളും ശല്യാക്കാൻ വേണ്ടി. ആ പോവേച്ചി കേറിക്കോ. സോറി കേട്ടോ. സീറ്റ് സീറ്റ് പോയി ഇപ്പം ഡ്രൈവറുടെ സീറ്റിലെത്തുന്നുണ്ടോ? हेलो हाँ हाँ ये इधर पैसा है काम जास्ती है ना ओ हाँ 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 मेरा क्या फोन मेरा आईफोन है हाँ तुम्हारा फोन चेक करो मेरा अच्छा फोन है आईफोन हाँ 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 ओके. മാന്യ ബസ് യാത്രക്കാരായ സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം പലിശ എടുത്തു ചങ്ങായി. ശരിയാക്കടാ, 2 ദിവസം ചെറിയ ടൈറ്റ് ആയിട്ട് ഞാനിവിടെ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എടുത്താണ് തരുന്നത്. ശരിയാക്കും.
മാന്യ ബസ് യാത്രക്കാരായ സുഹൃത്തുക്കളെ, എൻ്റെ ഈ കഥ കേട്ട് നിങ്ങളാരും ഞെട്ടരുതേ കരയരുതേ എന്നൊരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. നല്ലൊരു ആനപ്രേമിയായ ഞാൻ കഴിഞ്ഞ വർഷം ഘോഷയാത്രയ്ക്കിടെ ആന വാലുകൊണ്ട് എൻ്റെ ചെകിട്ടത്തടിച്ച ദേഷ്യത്തിൽ ഞാൻ എൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആനയെ ചവിട്ടി. ആനയുടെ പുറംകാല് പൊങ്ങുന്നത് കണ്ട് ഞാൻ കരുതിയത് എൻ്റെ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ആന മറിഞ്ഞു വീഴുകയാണ് എന്നാണ്. പക്ഷേ സംഭവിച്ചത് അതല്ല സുഹൃത്തുക്കളെ. ആ മഹാഭാവി പുറംകാല് കൊണ്ട് ചവിട്ടി എൻ്റെ 6 വാരിയലുകളും ഒരു കൈയും ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് എനിക്കിന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്തു തന്ന് എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ന്യൂ ലക്കി ലോട്ടറിയിലേക്ക് നാളത്തെ കേരള 50-50 നറുക്കെടുപ്പ് നാളെ 1 കോടി രൂപ 50 രൂപയ്ക്ക് ഒന്നാം സമ്മാനം, 10 ലക്ഷം രൂപ രണ്ടാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ 50-50 25 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ജീവിതം നിങ്ങൾക്ക് അടുത്തുയർത്തും സന്മനസ്സുടെ അധ്വാനത്തിന്റെ മിച്ചമായ 50 രൂപ മുടക്കും. ഹലോ എണീക്ക്. നീ എവിടെ ഇരിക്കും? ഇത് ജനറൽ സീറ്റ് അല്ലേ? ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഞാൻ ചോദിച്ചില്ലല്ലോ. എണീക്കുന്നുണ്ടോ ഇല്ലയോ? വേണ്ട, ഞാൻ എണീറ്റോളാം. വേണ്ട, നീ എവിടെ ഇരിക്കും? ഹലോ, അപ്പുറം സീറ്റ് ഒഴിവുണ്ടല്ലോ, ഇയാൾക്ക് അവിടെ ഇരുന്നൂടെ? എന്താ? എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. എനിക്കുള്ള കുഴപ്പമുണ്ടോ? എനിക്കെന്തോ ഇല്ലല്ലോ, അടങ്ങിയിരുന്നു. അതെ, ഈ ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ തുടങ്ങിയതാ ഓരോരുത്തരെ എണീപ്പിച്ചൂടെ. ഇത് നടക്കില്ല ഏട്ടാ. വേണ്ട വേണ്ട, ഒന്നും നീ പറയാം. ഇവിടെ അടങ്ങിയിരിക്കും. എന്റെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എണീറ്റോളാം. നീ അടങ്ങിയിരിക്കുന്നു. ചേട്ടാ ഒന്ന് അപ്പുറത്തെ സീറ്റിലേക്ക് ഇരിക്കും. എന്റെ പൊന്നി ചേട്ടാ, അവിടെ എത്രയൊക്കെയോ സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. എന്തിനാ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നേ? അവിടെ ഞാൻ പോയിരിക്കും പ്ലീസ്. അമ്പലത്തിൽ പൈസ ഇടാണ്. അതിന് ഞാനെന്ത് വേണം? ഈ സൈഡിലാണ് അമ്പലം. ഇത് ഇവിടെ ഇരിക്കുമ്പോൾ എളുപ്പത്തിൽ പൈസ ഇടാലോ. നീ അവിടെ ഇരിക്കും. മാറാൻ എനിക്ക് മനസ്സില്ല. നിന്നോടെല്ലാം ദൈവം ചോദിക്കും. ദൈവത്തിന്റെ ഇപ്പൊ കണ്ടക്ടറിന്റെ പണിയല്ലേ. എന്താ ഈ തീരുമാനം? എണീക്കുന്നുണ്ടോ ഇല്ലയോ? മിസ്റ്റർ, നിങ്ങൾ കുറെ നേരമായല്ലോ ആ സ്ത്രീയോട് മോശമായി പെരുമാറുന്നു. ഇത് നിങ്ങളുടെ 19-ാം നൂറ്റാണ്ടല്ല. ഇവിടെ സ്ത്രീകളുടെ കാര്യം ചോദിക്കാനും പറയാൻ ആളുകളുണ്ട്. സ്ത്രീകൾ വെറും കപലകളല്ല. തബലയല്ല, ചപല. രണ്ടും കിടക്കുന്നേ. ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് രണ്ടുപേരോട് ചോദിച്ചത്. എഴുന്നേക്കുന്നു. മിസ്റ്റർ, ഒന്ന് പെണ്ണുപിള്ള ഒന്നും ഉണ്ടാണ് പ്ലീസ്. what did you say? പെണ്ണുമ്പിള്ള? You called me പെണ്ണുമ്പിള്ള? Yeah. You called me പെണ്ണുമ്പിള്ള? You know who I am? You know? ഞാൻ ഈ മോനു I am All India. എന്ത് ഓൾ ഇന്ത്യ റേഡിയോയാ? I'm All India Radio. I'm All India Women's Association President. അയ്യോ, അറിഞ്ഞില്ലല്ലോ. I'll show you. I'll call the police. You call the police. നീ എന്താ മകളെ ഞാൻ ഓടണോ? ഇയാൾ കുറച്ച് സമയമായിട്ട് ഷോ ഇറക്കണ്ടല്ലോ. ഇതേതാ പുതിയൊരു മാന്യം? പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടുള്ള ഒരു സാധനം. കുറെ നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇതുപോലുള്ള മാന്യന്മാരുണ്ടാവും. പെങ്ങളെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ചെള്ള അടിച്ചു പൊട്ടിക്കും. നീ പൊട്ടിക്കടാ. പൊട്ടിക്കണ നാളെ ഒഴിവാക്കണേ. ഒരു കൈ സഹായം. യു ഓൾസോ ഗെറ്റ് ഔട്ട്. സുഹൃത്തെ, വിട്ടുകൊടുക്കരുത്. ഞാനുണ്ട് കൂടെ. പെണ്ണുങ്ങളുടെ സീറ്റിൽ പോയിരിക്കണം. Go to your seat. Hey mister, ഇത് ജനറൽ സീറ്റ് ആണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. Hey, I took this man, not you. Okay? ഇവിടെ ആണുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല. എന്റെ ഭാര്യ ദിവസം എന്നെ എടുത്തിട്ട് പൂശും. ഇതുവരെ ചോദിക്കാൻ no people come.
എന്തൊരു ഒരാളായ എനിക്ക് പോലും ചോദിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത് ഞാൻ കൂടെ ഉണ്ടാവും ബ്രോ. കോൺഗ്രസ് വേൾഡ് വിറ്റിലാവും. അതല്ലത് കോൺക്രീറ്റിന്റെ പണിയാ. പാറ കൊണ്ട് ഉറച്ചു നിൽക്കും. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. മേഡം പോലീസൊന്നും വിളിക്കണ്ടപ്പാ, നമ്മുടെ കേരള സാർ ഇവിടെ ഇല്ലേ, അദ്ദേഹം അത് പരിഹരിച്ചോളും. സാറേ അവർക്ക് ആ സീറ്റിൽ തന്നെ ഇരിക്കണ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്തേ. അത് ഞാൻ പണ്ട് അതല്ല പിന്നെ പറയാം, നിങ്ങൾ ആദ്യം ഇതൊന്ന് സോൾവ് ആയി കൊടുക്കും. ഞാൻ പറയട്ടെന്ന്, നിങ്ങൾ തോക്കിക്കരി വെടിയൊക്കെ അല്ലേ? ആ പറ. ഞാൻ പണ്ട് അതിർത്തി പ്രദേശങ്ങൾ ഡ്യൂട്ടി ചെയ്തു. അതിന് ഇത് വല്ല അതിർത്തി തർക്കാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്തേനെ. എന്റെ പൊണ്ണു കേരളേ നമിച്ചു. എടീ നീ എണീക്കുന്നോ ഇല്ലയോ? എന്താടാ നീ വിളിച്ചേ? എടീന്നാ? അതിന്റെ വീട്ടിലോട്ട് പോയി വിളിച്ചാൽ മതി കേട്ടാ. തൊട്ടു പോകരുത്. ഇത്രയും ആവേശം കാണിക്കാൻ മാത്രം ഈ മാന്യൻ്റെ ആരെങ്കിലും ആണോ ഇരിക്കുന്നത്? സഹോദരന്മാരാണല്ലോ. ആണോ? എന്നാ ഈ സഹോദരിയുടെ പേരെന്ന് പറഞ്ഞു. അല്ല ഇനി പ്രസിഡന്റിന്റെ ആരെങ്കിലും ആണോ ഇരിക്കുന്നത്? അത് പിന്നെ ചോദിച്ചതിന് മാത്രം മറുപടി. ഇനി ഈ ബസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും ആരെങ്കിലും ആണോ ഇരിക്കുന്നത്? തന്റെ ആരെങ്കിലും ആണോ? തന്റെ ആരെങ്കിലും ആണോ? നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. എന്നാ എല്ലാരും കേട്ടോ, ഈ ഇരിക്കുന്നതേ ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. എണീക്കടി. ചേട്ടാ കുടുംബക്കാരെല്ലാം വീട്ടിൽ തീർക്കുക, ഒന്നെങ്കിൽ ഇറങ്ങുക അല്ലെങ്കിൽ കയറി അവിടെ ഇരിക്കുക. ഓക്കെ ശരി ചേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പൊ നമ്മ ആരായി? എന്തു ആടെ എനിക്ക് അതന്നെ കിട്ടണം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് കേൾക്കവേ ഉള്ളൂ, ഒന്നും നോക്കുകയല്ല. കയറി അങ്ങോട്ട് പെരുങ്ങും കൊടുക്കുന്ന ആവും. ഇങ്ങനെയുള്ളവർക്കുള്ളൊരു പാഠമാണ് ഇത്. ഓക്കെ റൈറ്റ്, വണ്ടി ഓടേ. എന്നാ പോവല്ലേ? ചേട്ടാ എന്നാ പോവാന്നല്ലേ?